പ്രവേശന പരീക്ഷകൾക്ക് സമിതി രൂപീകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതികളും വിഷയങ്ങളും പരിശോധിക്കും. കോച്ചിംഗ്, അവയുടെ ഫലപ്രാപ്തി, സുതാര്യത തുടങ്ങിയവ പരിശോധിക്കാനാണ് ഈ ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, എങ്ങനെയാണ് ഈ സമിതിയുടെ പ്രവർത്തനം? ആരൊക്കെയാണ് ഇതിലെ അംഗങ്ങൾ? എന്താണ് വിവരം? സമിതി രൂപീകരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് വന്നിരിക്കുന്നത്. അതായത് കോച്ചിംഗ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അടുത്തിടെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനുള്ള പരിഹാരം തുടങ്ങിയവയൊക്കെ തന്നെയാണ് സമിതിക്ക് പരിശോധനാ വിഷയങ്ങളായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനം, വിവിധ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം തന്നെ വലിയ തോതിൽ കോച്ചിംഗ് സെന്ററുകൾ നടക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനം, അതിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി, മാത്രമല്ല ഇവരുടെ ഈ പരസ്യങ്ങൾ, അതായത് ഈ കോച്ചിംഗ് സെന്ററുകളുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലെ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുത്ത വിജയകഥകൾ മാത്രം പറയുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള അട്ടിമറികളുണ്ട് എന്നുള്ളൊരു സംശയം സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് പരാതിയായി തന്നെ സർക്കാരിന് മുന്നിൽ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു സമിതി രൂപീകരിച്ച് ഈ വിഷയങ്ങളൊക്കെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിൽ, ഡമ്മി സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിശോധനാ വിഷയമാക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് റെഗുലർ സ്കൂളിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാതെ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഡൽഹി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓപ്പൺ സ്കൂളിങ്ങിലൊക്കെ പോകുന്നവർക്ക് അത് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാർ ഇപ്പോൾ ഈ സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ശരി. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.